KPCC അധ്യക്ഷ സ്ഥാനത്ത് നിലവിലിരിക്കുന്നത് കെ സുധാകരനാണ്. കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം രൂക്ഷമായ രീതിയിൽ ഉന്നയിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് പകരം ആര് എന്ന ചോദ്യത്തിന് ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട KPCC അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ സ്വാഭാവികമായും നിലവിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന VD സതീശനും ഒപ്പം AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാലും ഒക്കെ മറ്റ് സാമുദായിക സംഘടനകളിൽ ഉൾപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഈഴവ പ്രാതിനിധ്യം തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തിന് നൽകണം എന്നതാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നത്. അതിന് മുൻനിരയിൽ നിൽക്കുന്നതാകട്ടെ ഇപ്പോൾ ആറ്റിങ്ങൽ MP ആയി വിജയിച്ചു നിൽക്കുന്ന അടൂർ പ്രകാശുമാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ച നിലവിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അടൂർ പ്രകാശ്. പക്ഷെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അത്ര വലിയ സ്വീകാര്യനായ നേതാവല്ല അദ്ദേഹം എന്ന വാദവും പാർട്ടിക്കുള്ളിൽ നിന്നാം ഒരു KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ വോട്ടിംഗ് ശതമാനങ്ങൾ പരിശോധിക്കുമ്പോൾ BJPയിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഏറ്റവും പ്രധാനം NSS ആണ് എങ്കിൽ 45% വോട്ട് ശതമാനമാണ് NSSന്റെ വോട്ടുകളായി BJPയിലേക്ക് പോകുന്നത്. 35%-ലേറെ ഈഴവ വോട്ടുകളും BJPയിലേക്ക് പോകുന്നുണ്ട്. അതായത് BJPക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന വോട്ട് ശതമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സാമുദായിക വോട്ട് ഈഴവ സമുദായത്തിൻ്റെതാണ്. ആ വോട്ടുകൾക്ക് തടയിടുവാൻ കഴിയുന്ന കരുത്തിലേക്ക് കേരളത്തിൽ കോൺഗ്രസ് വളർന്നില്ല എങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ BJP തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഇടതുപക്ഷത്തെക്കാൾ വലിയ തിരിച്ചടിയായി മാറുന്നത് കോൺഗ്രസിനായിരിക്കും. കാരണം അവിടെ വോട്ട് വിഭജനം ഉണ്ടാകുമ്പോൾ വീണ്ടും മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലേറുവാനുള്ള സാധ്യതയുണ്ട് എന്ന പല രാഷ്ട്രീയ നിരീക്ഷകരും നിരീക്ഷണം നടത്തുമ്പോൾ ഈഴവ വോട്ടുകൾ ചേർത്ത് നിർത്തേണ്ട ആവശ്യകത കോൺഗ്രസിനുണ്ട് എന്ന ചർച്ചകൾ സജീവമായി സംസ്ഥാനതല പാർട്ടി യോഗങ്ങളിലും തുറന്നു പറയുകയും അടക്കം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ അടൂർ പ്രകാശിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം അദ്ദേഹം തന്നെ ഡൽഹിയിൽ നേരിട്ടെത്തി രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്ത സജീവമായി പുറത്തു വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് നൽകിയ മറുപടിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ ഗാന്ധിയുടെ ചില നിരീക്ഷണമാണ് ഇവിടെ ഏറ്റവും ചർച്ചയാകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അടൂർ പ്രകാശ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം അങ്ങോട്ട് കൊണ്ടുചെന്നപ്പോൾ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യതയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ വിസമ്മതിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈഴവ പ്രാതിനിധ്യം അവകാശപ്പെട്ട അടൂർ പ്രകാശ് MPയെ രംഗത്തിറക്കിയതിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ വഴി CPMന്റെ തന്ത്രങ്ങൾ ഉണ്ടോ എന്ന സംശയം അതീവ ശക്തമായി ഉണ്ടായിരുന്നു. കോൺഗ്രസ് തലപ്പത്ത് യുവമുഖങ്ങൾ വരാതിരിക്കാൻ ഈഴവ പ്രാതിനിധ്യം അവകാശപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് CPMന്റെ തന്ത്രമാണെന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി CPMനും പിണറായി വിജയനും ശക്തമായ പിന്തുണയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത്. കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കും എന്ന് ആദ്യമായി പരസ്യ പ്രസ്താവന ഇറക്കിയതും വെള്ളാപ്പള്ളിയാണ്. അതിനൊപ്പം കോൺഗ്രസിനെയും അതിൻ്റെ പ്രധാന നേതാക്കളെയും വെള്ളാപ്പള്ളി നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഈഴവ പ്രാതിനിധ്യം വേണമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ തന്നെ ഉദ്ദേശശുദ്ധി നേതൃത്വം സംശയിക്കുന്നുമുണ്ട്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K സുധാകരൻ എന്നീ ഈഴവ നേതാക്കളാണ് കഴിഞ്ഞ 12 വർഷമായി KPCCയെ നയിക്കുന്നത്. ഇടയ്ക്ക് 2 വർഷത്തിൽ താഴെയുള്ള ഒരു കാലാവധിയിൽ MM ഹസൻ പ്രസിഡന്റായി താൽക്കാലിക ചുമതല വഹിച്ചതൊഴിച്ചാൽ 10 വർഷവും പാർട്ടിക്ക് ഈഴവ പ്രസിഡന്റുമാരായിരുന്നു. നിലവിലെ പ്രസിഡന്റും അതിന് തൊട്ടുമുമ്പുള്ള പ്രസിഡന്റും ഈഴവർ തന്നെ. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഉന്നയിക്കപ്പെട്ട ഈഴവവാദത്തിന് പിന്നിൽ ശരിയായ ഉദ്ദേശമല്ലെന്ന സംശയമാണ് നേതാക്കൾക്കുള്ളത്. എന്ന് മാത്രമല്ല, ഈ ഈഴവ പ്രസിഡന്റുമാർ കോൺഗ്രസിനെ നയിച്ച കാലത്ത് മുഴുവൻ UDFനെ എതിർക്കുകയും CPMനെ തുറന്നു പിന്തുണയ്ക്കുകയുമായിരുന്നു വെള്ളാപ്പള്ളി ചെയ്തിരുന്നത്. അങ്ങനെ CPMന് വേണ്ടി പരസ്യ നിലപാടെടുക്കുന്ന ഒരാൾ KPCCയുടെ പ്രസിഡന്റിനെ നിശ്ചയിച്ചാൽ എന്തായിരിക്കും ഉദ്ദേശ്യമെന്ന സംശയം ന്യായവുമാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുന്നതും ഈ ഘടകം തന്നെയാണ്. പ്രകാശ് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോഴും പറഞ്ഞത് ഈഴവ പ്രാതിനിധ്യത്തിൻ്റെ കാര്യവും വെള്ളാപ്പള്ളിയുടെ പിന്തുണ കാര്യവുമാണ്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന സാമുദായിക നേതാക്കൾ തിരിച്ച് കോൺഗ്രസിനോട് ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്ന പരാതി നാളുകളായുണ്ട്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ കോൺഗ്രസിനോട് കണക്കു പറഞ്ഞ് എല്ലാം നേടിയിട്ട് CPMനെ സഹായിക്കുന്നതാണ് വെള്ളാപ്പള്ളി തന്ത്രം.
ആ തന്ത്രത്തിന് തിരിച്ചടി നൽകിയേ മതിയാകൂ എന്ന വാദം കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുമ്പോൾ രാഹുൽ ഗാന്ധിയും അതിന് ശരിവെക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നാണ് ഇനിയും അറിയേണ്ടത്. എന്നാൽ അടൂർ പ്രകാശിന് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പിൻബലത്തിന്റെ ആവശ്യമില്ല എന്നും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലവിൽ കൃത്യമായ രീതിയിൽ ഫണ്ട് കൊണ്ടുവരുവാനും ഫണ്ട് വിനിയോഗിക്കുവാനും കഴിയുന്ന തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവ് അടൂർ പ്രകാശാണ് എന്ന വാദം ശക്തമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, 1996 മുതൽ ഇങ്ങോട്ട് അദ്ദേഹം മത്സരിച്ചിട്ടുള്ള കാലയളവിൽ മുഴുവൻ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വിജയിച്ച ചരിത്രം മാത്രമേ അടൂർ പ്രകാശിനുള്ളൂ. അത്രയ്ക്ക് വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഉള്ള അത്രയ്ക്ക് വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് അടൂർ പ്രകാശ് എന്ന ഇതിനോടകം തന്നെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്. 1996 അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാലം മുതൽ ഇങ്ങോട്ട് ഇടതുപക്ഷത്തിന്റെ കോട്ട പിടിച്ചെടുത്ത ചരിത്രമാണ് അടൂർ പ്രകാശിനുള്ളത്. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ MP സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ആറ്റിങ്ങലിലേക്ക് എത്തുന്നു. അങ്ങനെ കോന്നി മണ്ഡലം അദ്ദേഹത്തിന് നഷ്ടമാകുകയും ചെയ്തു. അങ്ങനെ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ച ഇടത് കോട്ട പിടിച്ചെടുക്കുന്നു. പിന്നീടും ഇടത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാ തന്ത്രങ്ങളും തന്ത്രശാലിയായ അടൂർ പ്രകാശിന്റെ കൈക്കുള്ളിൽ ഭദ്രമാണ് എന്ന വാദവും ഉയർത്തുന്നവരുണ്ട്. എന്തായാലും കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകൂ.